ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നു. ബൽറാം നെടുങ്ങാടി, അവിടെ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴച്ച് കയറ്റുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് കണ്ടത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം ഇപ്പോൾ ഇവിടെ നിന്നും പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ പോലീസ് നടപടിയാണ് ഉണ്ടായത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തിന് ഏതാണ്ട് 300ഓളം മീറ്റർ അകലെ വെച്ച് തന്നെ നേതാക്കളെ പോലീസ് നടപടിയിലൂടെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ് ഉണ്ടായത്. സമീപത്ത് മെട്രോ സ്റ്റേഷൻ ഗേറ്റിൽ നിന്നും മാർച്ച് ചെയ്തായിരുന്നു ED ഓഫീസിലേക്ക്. ഒരു പ്രതിഷേധ മാർച്ചായാണ് നേതാക്കൾ ജനറൽ സെക്രട്ടറി MA ബേബി, ബൃന്ദ കാരാട്ട്, ഒപ്പം തന്നെ പോൾ ബ്യൂറോ അംഗങ്ങളായ വിജു കൃഷ്ണൻ, അശോക് ധവള, മറിയം ധവള അടക്കമുള്ള നേതാക്കൾ ഒരു പ്രതിഷേധ മാർച്ചായാണ് വന്നത്. എന്നാൽ വഴിയിൽ വെച്ച് തന്നെ പോലീസ് അവരെ തടഞ്ഞു നിർത്തുകയും അപ്രതീക്ഷിതമായി അവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയോ മാറാൻ ആവശ്യപ്പെടുകയോ ചെയ്യുകയല്ല, മറിച്ച് ഉടൻ തന്നെ വലിച്ചിഴച്ച് അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമമാണ് ഉണ്ടായത്. ആദ്യഘട്ടം മുതൽ തന്നെ ജനറൽ സെക്രട്ടറി MA ബേബിയെ തന്നെ പലതവണ പോലീസ് കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഏറ്റവും മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് നേതാക്കൾ, ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ, വിജു കൃഷ്ണൻ അടക്കമുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധം തീർത്തെങ്കിലും ഓരോരുത്തരെയായി ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു. ബൃന്ദ കാരാട്ട് അടക്കമുള്ളവരെ ആദ്യ ബസ്സിൽ ഇവിടെ നിന്നും മാറ്റി. പിന്നീട് ജനറൽ സെക്രട്ടറി MA ബേബിയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 3-4 പേരെ, വിജു കൃഷ്ണൻ അടക്കമുള്ള 3-4 ഡൽഹിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ CPM നേതാക്കളെ, CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെ, ബൃന്ദ കാരാട്ട്, വിജു കൃഷ്ണൻ, അശോക് ധാവളെ, മറിയം ധാവളെ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.